അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തന്നല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ നബിദിനവുമായി ബന്ധപ്പെട്ട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പുണ്യ ഈ ലോകത്തേക്കുള്ള ആഗമനവുമായി ബന്ധപ്പെട്ട് ആ പുണ്യ റബീഇൻ്റെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ശരിക്കും ആഷിക്കിൻ്റെ മനസ്സിൽ ആ മദ്ഹുകൾക്ക്, ആ സ്വലാത്തുകൾക്ക്, ആ മൗലിദുകൾക്ക്, ആ മനാഖിബുകൾക്ക്, ആ പാടിപ്പറച്ചിലുകൾക്ക് ശരിക്കും അവസാനമല്ലല്ലോ അല്ലേ. ഒരു യഥാർത്ഥ ആഷിക്കാണെങ്കിൽ അവനിക്ക് എന്നും പുണ്യ റബീഅ തന്നെയാണ്. അത്തരം ആഷിക്കങ്ങളിൽ, അത്തരം മുഹിബ്ബീങ്ങളിൽ പടച്ച റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു പ്രയാസത്തെക്കുറിച്ചാണ്. അതിനേക്കുള്ള സൊല്യൂഷനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം കണ്ണേറ് എന്നുള്ളതിലെ കണ്ണേറ് കാരണം നമ്മുടെ ലൈഫിൽ പല രീതിക്കുള്ള നഷ്ടങ്ങൾ, നാശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും, യാതൊരു ഡൗട്ടുമില്ല. ശരിക്കും കണ്ണേറ് എന്നുള്ളത് നമ്മളെ ഖബറിലേക്ക് വരെ എത്തിക്കും, അഥവാ നമ്മുടെ മരണം പോലും ഉറപ്പുവരുത്തുന്ന മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും പവർഫുള്ളാണ്, അത്രയും നമ്മൾ പേടിക്കേണ്ട വിഷയമാണ് കണ്ണേറ് എന്നുള്ളത്. ശരിക്കും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ പല രോഗങ്ങൾക്കുമുള്ള റീസൺസ്, അതിൻ്റെ കാരണങ്ങൾ ശരിക്കും അന്വേഷിച്ച് നോക്കിയാൽ അതിൻ്റെ ബാക്കിലൊന്നെങ്കിൽ കണ്ണേറാകും, അല്ലെങ്കിൽ അസൂയയാകും, അല്ലെങ്കിൽ സിഹിറാകും. ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപാട് ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റ് ചെയ്തു, ഈ ടെസ്റ്റ് ചെയ്തു, പക്ഷേ ഒരു പ്രശ്നവും അതിലില്ല, പക്ഷേ രോഗം മാറുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ. നമ്മളിൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ശരിക്കും എന്താ? ഈ പറഞ്ഞ പ്രയാസങ്ങളാണ്, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുണ്ടായ രോഗങ്ങളായതുകൊണ്ടാണ് അതിന് നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്തിട്ടും അതിലൊന്നും ഒരു കുഴപ്പമില്ലാത്തത്. പടച്ചോൻ കാക്കട്ടെ, മഅദനല്ലാഹ്. നമുക്കത് കാണാനും നമുക്കത് അറിയാനുമുള്ള പവറൊന്നുമില്ലല്ലോ. പടച്ചോൻ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പടച്ചോൻ ഓൻ്റെ ഹിഫ്ള് കൊണ്ട്, ഓൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊണ്ട് നമ്മളെ കാക്കട്ടെ. യാ ഹഫീൽ ഇഹ്ഫളിന മിൻ കുല്ലി വബാ വമിൻ കുല്ലി ശർരി ശൈത്താൻ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ കണ്ണേറിൻ്റെ കുറച്ച് എന്താ പറയുക, അത് ഉണ്ടായാൽ നമുക്ക് അനുഭവപ്പെടുന്ന ചില എന്താ പറയുക അടയാളങ്ങളും, അതുപോലെ ഈ കണ്ണേറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില അമലുകളുമാണ്. ഇത് ഉണ്ടായാൽ നമുക്ക് സാധാരണ അനുഭവപ്പെടുന്ന ചില അടയാളങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഭാരമുള്ളതുപോലെ ഇങ്ങനെ തോന്നും. മനസ്സിലായില്ലേ? അതുപോലെ കാരണമില്ലാതെ നമ്മുടെ ശരീരം ഇങ്ങനെ ക്ഷീണിക്കുക. വീട്ടിൽ പോയാലോ അവിടെ ഒരു അസ്വസ്ഥമായ ഒരു അനുഭവപ്പെടൽ, വീട്ടിലൊരു സുഖമല്ല, വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം. അതുപോലെ നമ്മുടെ ഷോപ്പിൽ പോയാലോ അവിടെ ഒരു സുഖമല്ല, നല്ല റാഹത്തിൽ പോകുന്ന ഷോപ്പായിരുന്നു, പക്ഷേ പിന്നീട് ഒരിക്കൽ അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല, പോകാൻ തോന്നുന്നില്ല. അതുപോലെ നല്ലൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നല്ല പുരോഗതിയിൽ പോയിരുന്ന എന്തൊരു കാര്യമാണോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ അതിന് കഴിയൂല. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രയാസങ്ങൾ, എപ്പോഴും ഒരു ക്ഷീണം, എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ പാസ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും ഈ ഒരു കണ്ണീറിൻ്റെ, അസൂയയുടെ, സിഹിറിൻ്റെ ഒക്കെ അടയാളങ്ങളാണ്. പടച്ചോൻ കാക്കട്ടെ. ഇങ്ങനെ പല തരത്തിലുള്ള അടയാളങ്ങളുണ്ട്. സാധാരണഗതിയിൽ ജനറലി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ നിന്നുള്ള പരിഹാരങ്ങൾ നമുക്കത് മനസ്സിലാക്കിയാലോ. ഇത് നമ്മൾ നിത്യമാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പടച്ചോ നമ്മളെ കാക്കും. ഒന്നാമത്തെ എന്താ അറിയോ? സൂറത്തുൽ ഇഖ്ലാസ്. അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ. വളരെ പവർഫുള്ളായിട്ടുള്ള അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സിഹർ പോലും പാത്തിലാക്കാൻ പടച്ചോൻ ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുപോലെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ 3 സൂറത്തുകൾ നമ്മൾ നിത്യമാക്കുക എന്നുള്ളതാണ് ഈ കണ്ണേറിൽ നിന്നുള്ള രക്ഷയ്ക്ക്. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യം ചൊല്ലിയാലും ഏറ്റവും നല്ലതാണ്. ഓരോന്നും 3 പ്രാവശ്യം വീതം ചൊല്ലുക, അതും വളരെ നല്ലതാണ്. ഇത് നമ്മൾ പതിവാക്കിയാൽ ഈ കണ്ണേറിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്ന് പടച്ചുകാക്കും. അതുപോലെ മറ്റൊരു ഇതിൽ നിന്നുള്ളൊരു സൊല്യൂഷനാണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അറിയാത്തവരില്ലല്ലോ. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലുന്ന, കിടക്കാൻ നേരം നമ്മൾ ചൊല്ലുന്ന, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ആയത്തുൽ കുർസി. ഇതും ശരിക്കും കണ്ണേറിൽ നിന്ന് രക്ഷയാണ്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ. ഇതൊക്കെ
ഇതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഡെയിലി നമ്മൾ പതിവാക്കിയാൽ, കഴിയുന്നത്ര നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബ് ഉഷാറാക്കി തരും. കണ്ണേറിൽ നിന്ന്, അസൂയയിൽ നിന്ന്, നാവേറിൽ നിന്നൊക്കെ പടച്ചോ നമ്മളെ കാക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.